നമസ്കാരം. നമ്മുടെ ആചാര്യന്മാർ പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യുവാൻ ഒരു കാരണമെങ്കിലും നമ്മുടെ മുന്നിൽ മതി. ഒരു കാര്യം ചെയ്യാതിരിക്കാൻ 1000 തടസ്സങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യം ചെയ്യാൻ ഒരു കാരണമെങ്കിലും കണ്ടെത്തുക. ആഞ്ജനേയൻ്റെ കഥയിൽ സുന്ദരമായൊരു രംഗമുണ്ട്. അതിതാണ്, പട്ടാഭിഷേകം കഴിഞ്ഞു, വന്ന വാനരന്മാരൊക്കെ തിരിച്ചുപോയി. ആഞ്ജനേയൻ തിരിച്ചു പോയിട്ടില്ല. ആഞ്ജനേയനോടെ നിന്നു. ആഞ്ജനേയനോടെ കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിച്ചെടുപ്പത്തേക്കും ശ്രീരാമചന്ദ്രൻ പിറ്റേ ദിവസം മുതൽ കൊട്ടാരം എങ്ങനെ പ്രവർത്തിക്കണം, ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് നീണ്ടൊരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും മാരുതി തിരിച്ചെത്തി. ചോദിച്ചു, ഓരോരുത്തർക്കുള്ള ഓരോ ജോലികൾ പറഞ്ഞു. ലക്ഷ്മണൻ്റെ ജോലി, ഭരതൻ്റെ ജോലി, ശത്രുഘ്നൻ്റെ ജോലി, അതുപോലെ തന്നെ സീതാദേവിക്കുള്ള ജോലി എല്ലാം അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, എനിക്കെന്ത് ജോലിയാണ് അങ്ങ് വച്ചിട്ടുള്ളത്? ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, മാരുതേ, എന്ത് ചെയ്യാനാ? ഈ ജോലി വിഭജിച്ചപ്പം അങ്ങില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾഡാണ്. ഒരിട പോലും ഇനി ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല. രാമസേവയ്ക്ക് തനിക്ക് ഒരവസരം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ആഞ്ജനേയൻ ദുഃഖിച്ചിരിക്കുകയല്ല, അങ്ങ് തയ്യാറാക്കിയ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജോലി ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തുകൊണ്ട് ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. അതിലെല്ലാം നോക്കി വന്നപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ഒരു ജോലി മാത്രം ചേർത്തിട്ടില്ല, ആ ജോലി എനിക്ക് വിട്ടു തന്നാൽ മതി. അപ്പം ശ്രീരാമചന്ദ്രൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇനി ഇതിലേത് ജോലിയാണ് വിട്ടുപോയിട്ടുള്ളത്? പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരാൾ വേണം. കാരണം അങ്ങ് കോട്ടുവായി ഇടുമ്പോൾ അങ്ങ് വളരെയധികം തിരക്കിനിടയ്ക്കൊക്കെയായിരിക്കും കോട്ടുവായി ഇടുമ്പോൾ ഇങ്ങനെ കൈ ഞൊടിക്കാൻ ഒരാൾ വേണം. അത് അങ്ങക്ക് ഞൊടിക്കാൻ പോയി സമയം കളയേണ്ട. അപ്പോൾ അങ്ങ് കോട്ടുവായി ഇടുമ്പോഴൊക്കെ കൈ ഞൊടിക്കാനുള്ള ജോലി എന്നെ ഏൽപ്പിച്ചേക്കുക. സഹസ് പൊട്ടിച്ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ആഞ്ജനേയൻ 2 ലക്ഷ്യം വെച്ച്, ഒന്ന് സദാ രാമസേവ ചെയ്യാനുള്ള ആഗ്രഹം, 2 സദാ രാമസമീപം വർത്തിക്കാനുള്ള കൗശലം. കോട്ടുവായി ഇടണം എപ്പോഴാണെന്ന് അഡ്വാൻസായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കോട്ടുവായി ഇടണം എപ്പോഴാണെന്ന് അഡ്വാൻസായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് സദാ രാമൻ്റെ കൂടെ നിൽക്കണം. മാത്രമല്ല, കോട്ടുവായി എപ്പോഴാണ് വരണേന്ന് പറഞ്ഞാൽ അപ്പം ഞൊടിക്കാനും തയ്യാറാവണം. അതായത് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും എപ്പോഴും ഈ ഭാരതനാടിനെ സേവിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്ത് കെട്ടി നിൽക്കണം എന്നാണ് ആചാര്യൻ ഈ സംഭവത്തിലൂടെ നമ്മളോട് പറയാതെ പറഞ്ഞു തരുന്നത്. നമസ്കാരം.